ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി കോംബോ മീലാണ് കേട്ടോ. എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള പത്തലും ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ പത്തലിനേക്കുള്ള അരി ഒന്ന് പൊതിർത്തിയെടുക്കലാണ്. ഇതിപ്പോൾ 1 കപ്പ് അളവിലാണ് കേട്ടോ അരി എടുത്തിട്ടുള്ളത്. ഇത് ശിവാരിയാണ്. അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നന്നായിട്ട് ചൂടായി വന്നാൽ ഈ അരി ചേർത്ത് കൊടുക്കുക. അരി നമുക്ക് കഴുകിയിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അരക്കുന്ന സമയത്ത് കഴുകിയെടുത്താലും മതി. ഞാനിപ്പോൾ അരക്കുന്ന സമയത്തേ കഴുകുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടുവെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ, ഒരു തിള വന്നാൽ തന്നെ ഇത് അടച്ച് വെക്കുക. നമ്മൾ പത്തൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 5 മണിക്കൂർ മുന്നേലാണ് കേട്ടോ ഈ ഒരു അരി പൊതിർത്തി വെക്കുന്നത്. പിന്നെ ഇത് വൈകുന്നേരം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇന്നിപ്പോൾ പത്തൽ ഉണ്ടാക്കുന്നത് വാഴയിലയിൽ പരത്തിയിട്ട് ഉണ്ടാക്കുന്ന പത്തലാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്ന പത്തൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ ഇലേൻ്റെ മണലായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം തന്നെ അതിനേക്കുള്ള ഇലയൊക്കെ ഒന്ന് കീറിയെടുക്കലാണ്. അപ്പോൾ ഇത് വാഴയിലേക്കൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കീറിയെടുക്കണം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന പത്തലിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ക്ലീനാക്കി എടുത്തതിന് ശേഷം ഞാനിതാ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചെറുതും വലുതെല്ലാമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പത്തൽ ചുടുമ്പം ആ ഒരു സൈസിനനുസരിച്ചിട്ട് ഒന്നിക്കിൽ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1/2 കിലോ ബീഫ് ക്ലീൻ ചെയ്തെടുത്തതാണ്. 1/2 കിലോ ബീഫിന് ഇത്രയും ഐറ്റംസ് മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും മുളകും കൂടെ ചേർത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 3/4 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ബീഫിലും പിന്നെ ആദ്യം ഉള്ളി വഴറ്റുന്ന സമയത്തെല്ലാം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ ഒരു വിസിലെല്ലാം പോയിട്ട് 15-20 മിനിറ്റെല്ലാം ആകുമ്പോഴത്തേക്ക് ബീഫ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കറി റെഡിയാവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ആ തേങ്ങ വറുത്തരച്ച ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് അരിയും, അത് പുഴുങ്ങലരി ആയാലും നേരിയരി ആയാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകം, കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പിനേക്കാളും കുറച്ച് അധികമായിട്ടാണ് കേട്ടോ തേങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന തേങ്ങേൻ്റെ അളവിനനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കുക. ഇതിപ്പം ഈ ഒരു 1/2 കപ്പിനടുത്തുള്ള തേങ്ങക്ക് ഇത് കറക്റ്റാണ്. അപ്പോൾ ഇത് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നേരത്തെ പൊതിർത്തി വെച്ച അരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് അരച്ചെടുക്കുക. ഞാനിതിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇത് അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അരി അരക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ പത്തലിൻ്റെ കുഴച്ചെടുക്കാനുള്ള പൊടിയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഭയങ്കര ഹാർഡായിട്ടല്ലാത്ത രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ അരിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിൽ നിന്ന് ഓരോരോ ഇല എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഓയിൽ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക മൊത്തത്തിൽ. എന്നിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചതിൽ നിന്ന് ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് എന്താ പറയുക ഉണ്ടാക്കിയെടുക്കേണ്ട പത്തലിൻ്റെ ഓരോരു വലിപ്പത്തിനനുസരിച്ച് വലുതാണെങ്കിൽ അങ്ങനെ ചെറുതാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് ഓരോരോ ബോൾസ് ആക്കി എടുത്തിട്ട് വേറൊരു ഇല വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ആദ്യത്തെ പത്തിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാം പരത്തിയെടുക്കുക. എല്ലാം പരത്തി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. പണ്ടൊക്കെ ഇത് ഭയങ്കരമായിട്ട് എല്ലാവരും വീട്ടിലെല്ലാം ഉണ്ടാക്കുന്നതന്നെ ഇലയിൽ ചുട്ട പത്തലിൽ. പക്ഷേ ഇപ്പം കുറേ കാലമായിട്ട് നമ്മളിങ്ങനത്തെ പണിക്കൊന്നും നിൽക്കലില്ല. ഈസി ആയിട്ട് വേഗം ഒന്നിക്കൽ ഓട്ടിൽ വെച്ചിട്ട് പരത്തിയെടുക്കും, അല്ലെങ്കിൽ ഷീറ്റെല്ലാം യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് പത്തൽ ഉണ്ടാക്കൽ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ പത്തലിന് ആ ഇലൻ്റെ സ്മെല്ലെല്ലാം വരുമ്പം അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കുക, അല്ലെങ്കിൽ മുന്നേ ട്രൈ ചെയ്തവരാണെങ്കിൽ എന്തായാലും വീണ്ടും ഒന്നുകൂടി ഉണ്ടാക്കി നോക്കട്ടെ, അടിപൊളിയാണ്. അപ്പോൾ ഇതാ പത്തിൽ ചൂടായ ഓടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓടൽ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ പത്തലും പരത്തി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പരത്തുന്ന പണിയൊന്നുമില്ല, അതെല്ലാം അങ്ങനത്തെ പണിയൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കലാണ്. ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇലൻ്റെ ഒരു ഭാഗം ഒന്ന് എന്താ പറയുക ഒന്ന് മുരിഞ്ഞ് വരുമല്ലോ, അപ്പം സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അപ്പുറത്തെ സൈഡും കൂടിയും അതേ രീതിയിൽ ആയി കിട്ടുമ്പം അത് ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. ഇത് അതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ട് സൈഡൊന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പത്തിൽ പൊങ്ങി വരും. ഇത് പത്തലൊക്കെ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കറിയും റെഡി ആയിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് കുക്കറിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയൊക്കെ ഒഴിക്കാനില്ലേ, അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു സമയം കൊണ്ട് വറുത്ത് വെച്ച് ഈ ഒരു തേങ്ങ ഒന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഈ ഒരു തേങ്ങയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഈ തിളച്ച് വരുന്ന ഈ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറിയിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊന്ന് കാച്ചി വയ്ക്കാനുണ്ട്. അപ്പോൾ ഇതൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു പീസ് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് ഫ്രൈ ആയി വന്നാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം കറി ഓഫ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ. ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇത് പത്തലിനും അതുപോലെ തന്നെ നെയ്ച്ചോറിനും ദോശക്കും എല്ലിനും പോകും കേട്ടോ. അപ്പോൾ ഇത് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കയ്യോടെ തന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പും കൂടി ക്ലീൻ ചെയ്ത് വെക്കലാണ്ട്. കാരണം നമ്മൾ എണ്ണയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ എണ്ണയായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. ഞാൻ ലിക്വിഡ് ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കലാണ്. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞപാട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്ത പാത്രങ്ങളും കൗണ്ടർ ടോപ്പും എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെക്കലുണ്ട്. കാരണം എന്താ വെച്ചാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും പാത്രവും, അപ്പോൾ ഒരുപാട് പാത്രവും കഴുകാൻ വേണ്ടിയിട്ട് കാണുമ്പോൾ തന്നെ ക്ഷീണവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം യൂസ് ചെയ്ത സാധനങ്ങൾ നമ്മൾ ആവശ്യം കഴിഞ്ഞ ഉടനെ തന്നെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട്. അപ്പോൾ ഇതാ കിച്ചനും എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാനിപ്പോൾ ഫുഡെല്ലാം കഴിക്കലാണ്. ഈ ഒരു പത്തലിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു പത്തലും ബീഫ് കറിയും അടിപൊളി കോമ്പിനേഷനാണ്. ഇത് അധികം ഫേവറേറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.